വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഭയമല്ല കരുതലാണ് ആവശ്യം. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു വാചകം, ഭയമല്ല കരുതലാണ് ആവശ്യം. ഈ കരുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഭാവങ്ങളിൽ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവ രീതികളിൽ പോലും ഈ കരുതൽ വ്യത്യസ്തമായ മാനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫേസ് മാസ്ക് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു, സാനിറ്റൈസർ ഉപയോഗിക്കാൻ പഠിച്ചു, അല്ലേ? ഇതാ സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാതിരുന്ന നമ്മളെ ഈ കാലഘട്ടത്തിൽ കരുതൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വയം നമ്മൾ കരുതുന്നതും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ അതിശക്തമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നു, ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. നിന്റെ ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. നിയമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണ്? കരുതലാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കരുതൽ അനുഭവിക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കരുതലിൻ്റെ ആൾ രൂപം പോലെ പല വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളെ കരുതിയവർ, നമ്മളെ സംരക്ഷിച്ചവർ, നമ്മുടെ കൂടെ നിന്നവർ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ഈ ശുശ്രൂഷാവസരത്തിൽ കരുതലിൻ്റെ അതിശക്തമായ ഒരാൾ രൂപം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയാണ്. ഒരുപക്ഷെ ഈ നാളുകളിലൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന അനേക സുഹൃതങ്ങൾ നമ്മളൊക്കെ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയോളം വളരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 23-ാം വചനം പറഞ്ഞത് ശ്രദ്ധിക്കണം. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. ഞാൻ പറഞ്ഞു വെച്ചു, നിയമം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് കരുതലാണ്. ലൂക്കാ സുവിശേഷകൻ കൃത്യം വ്യക്തമായി ഈ കരുതൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നതെന്ന് 1-2 സംഭവങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അല്പസമയം ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന സംഭവം, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, അധികം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ തിടുക്കത്തിൽ പുറപ്പെട്ട യാത്ര ഇത് ഒരു കരുതലിൻ്റെ യാത്രയാണ്. ഇതല്ലേ യഥാർത്ഥത്തിൽ കരുതൽ എന്ന് പറയുന്നത്? തിടുക്കത്തിൽ പുറപ്പെട്ടു. എങ്ങോട്ട്? ജീവിതത്തിൽ ഒരാൾക്കൊരാവശ്യമുണ്ട്. ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി, ആ വ്യക്തിയെ സഹായിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ യാത്ര ഇത് കരുതലിൻ്റെ യാത്രയാണ്. ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്താണ്? കല്യാണം കഴിച്ചിട്ടില്ലാത്ത, പുരുഷനെ അറിയാത്ത ഈ പെണ്ണ് ഗർഭവതിയാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ,
അപ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ആര് നിൽക്കുന്നത്? മറിയം നിൽക്കുന്നത്. അങ്ങനെയുള്ള മറിയം ആരാണ്? പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന മറിയമാണ് ഇതാ കടന്നു ചെല്ലുന്നത്. അവിടെ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭയമല്ല കരുതലാണ് എന്ന് ഈ നാളുകളിൽ പഠിപ്പിക്കുന്ന ഈ തലവാചകം എത്രയോ വ്യക്തമായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, എലിസബത്തിൻ്റെ ജീവിതത്തിലേക്കും ഇത് പകർന്നു കൊടുക്കുകയാണ്. ഭയപ്പെടാൻ ഒത്തിരിയേറെ കാരണങ്ങൾ അവരുടെ മുമ്പിലുണ്ട്, ശരിയല്ലേ? ആ കാലഘട്ടത്തിലെ മത ആചാരപ്രകാരം, യഹൂദ മത ആചാരപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യയായി മാറിക്കൊണ്ടിരിക്കുന്നവളാണ് മറിയം. ഭയപ്പെടാൻ ഏറെ കാരണങ്ങൾ. നാളെയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തും പിടിയുമില്ലാത്ത വണ്ണമുള്ള അസ്വസ്ഥത നിറഞ്ഞ ഒട്ടേറെ ചോദ്യങ്ങൾ, ഭയപ്പെടാൻ ഒട്ടേറെ കാരണങ്ങൾ. എന്നാൽ ഈ ഭയത്തിൻ്റെ നടുവിൽ കടന്നു ചെല്ലുന്നത് എലിസബത്തിൻ്റെ പക്കലേക്കാണ്. എന്താണ് എലിസബത്തിൻ്റെ അവസ്ഥ? എലിസബത്തിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ്. കാരണം എലിസബത്തിന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു വെച്ചത് വന്ധ്യ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധ്യതയില്ലാത്തവൾ. അപ്പോൾ ഏകദേശം പ്രായമേറെ ചെന്ന ഈ സ്ത്രീയുടെ പ്രസവം അത്ര എളുപ്പമായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അത് ആ ഭയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പക്കലേക്കാണ് മറിയം കടന്നു ചെല്ലുന്നത്. എന്നിട്ട് ഇത് വായിക്കുന്ന, ഈ വചനം ധ്യാനിക്കുന്ന നമ്മളോടൊക്കെ പറയുന്നത് ഭയമല്ല വേണ്ടത്, കരുതലാണ് വേണ്ടതെന്ന് കൃത്യം വ്യക്തമായി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്നത് കരുതലിൻ്റെ വലിയ ഒരു അടയാളമാണ്. ഈ എലിസബത്തിൻ്റെ ഭവനത്തിൽ വെച്ചാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള സ്തോത്രഗീതം നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ധ്യാനിക്കുന്നതും. എന്ന് പറഞ്ഞാൽ വലിയ ഭയപ്പാടിൻ്റെ അനേക കാരണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് അവർ പരസ്പരം കരുതൽ പങ്കുവയ്ക്കുകയും പ്രത്യാശയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയുമാണ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിൽ പിന്നീട് സംഭവിക്കുന്നത് മുഴുവൻ വലിയ ആനന്ദത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ടല്ലേ ഉദരത്തിലുള്ള ശിശു പോലും കുതിച്ച് ചാടുന്നത് ആനന്ദമാണ്. ഭയപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ കരുതലിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ മേൽ ആനന്ദം പകർന്നു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഭയപ്പെടാൻ ഏറെ കാരണങ്ങളുണ്ട്, സത്യമാണ്. ഈ മഹാമാരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാണ്ട് ഭയാശങ്കകൾ വാരി വിതച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. അത് മരണം മാത്രമല്ല, ജീവിതത്തിൻ്റെതായ വ്യത്യസ്തമായ ദുരിത പീഡകൾ, സാമ്പത്തികമായ അതിശക്തമായ പ്രതിസന്ധികൾ നമ്മളൊക്കെ അനുഭവിക്കുന്നു. രോഗപീഡകളുടെ ബാക്കി പത്രമെന്ന വണ്ണം പല കുടുംബങ്ങളിലും ശക്തമായ അസ്വസ്ഥതകൾ ഇന്നും നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭയപ്പെടാൻ ഏറെ കാരണങ്ങൾ ഉണ്ട്. ഈ ഭയത്തിൻ്റെ നടുവിൽ മറിയം പറയുന്നു, കരുതലാണ് നമുക്കാവശ്യം. ഈ കരുതൽ എത്തി നിൽക്കുന്നത് ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചയമുള്ള കാനായിലെ വിവാഹ വിരുന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം വചനം ഇങ്ങനെ പറയുന്നു, 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. കൃത്യമായി യോഹന്നാൻ ശ്ലീഹ കുറിച്ചു വയ്ക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികം സ്ഥലങ്ങളിലൊന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ എവിടെയെല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ ചില കാര്യങ്ങൾ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ആ കുടുംബത്തിൽ പിന്നീട് സംഭവിക്കുന്നത് വലിയ ഒരു ക്രൈസിസ് ആണ്, പ്രതിസന്ധിയാണ്. നമുക്കറിയാം കാനായിലെ
കുടുംബത്തിൽ സംഭവിച്ച പ്രതിസന്ധി. ആ കുടുംബത്തിലെ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അവിടുത്തെ ആ കുടുംബജീവിത വഴിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും സ്വാഭാവികമായും വലിയ നാണക്കേടിനിടയാക്കാവുന്ന ഒരു കാര്യം, ആ നാടിൻ്റെ സംസ്കാര രീതി അനുസരിച്ച് വീഞ്ഞു തീർന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നാണക്കേട് കൊണ്ട് അവരുടെ കുടുംബം ആരംഭിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ദൗർഭാഗ്യമാണ്. ആ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കരുതൽ എന്ന് പറയുന്നത് എന്താണെന്ന് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്താണ് കരുതൽ? ഒരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്ക് പരിഹാരം കാണലാണ് കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതശൈലി എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്ക് പരിഹാരം കാണുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് പരാതിപ്പെടുക എന്നുള്ളതല്ലേ? പരസ്പരം പരാതിപ്പെട്ട് വഴക്കിട്ട് ആ ഐശ്വര്യം മുഴുവൻ, സമാധാനം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്, പരാതിപ്പെടുക എന്നുള്ളതല്ല. മറിയം ആ കുടുംബത്തിൽ ചെയ്ത കാര്യമെന്താ? ആ കുടുംബത്തിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ മകനോട് പറഞ്ഞ് ആ കുടുംബത്തിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കരുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷതയായി നമുക്ക് സ്വീകരിക്കാം. പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഈ മഹാമാരി വരുന്നതിന് മുമ്പും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചവരാണ്. ജീവിതത്തിൽ ഈ മഹാമാരി കടന്നുപോയി കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നീ എങ്ങനെ പരിഹാരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് എന്തായി മാറിയിരിക്കുന്നു? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പരസ്പരം പരാതിപ്പെട്ട് അസ്വസ്ഥത വർദ്ധിപ്പിച്ച് കുടുംബത്തിൻ്റെ ഉള്ള സമാധാനം കൂടെ നമ്മൾ നശിപ്പിച്ചു കളയുന്നു. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ പ്രാർത്ഥനാ സഹായവുമായി ധ്യാനമന്ദിരത്തിൽ വന്നു. അദ്ദേഹം പല കാര്യങ്ങൾ പങ്കുവച്ചു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ, ഞാൻ ഒത്തിരിയേറെ എൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നു. അച്ഛാ, എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും എന്നോട് ഒരു ബഹുമാനമോ ആദരവോ സ്നേഹമോ ഇല്ല. അച്ഛാ, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. അവരോട് മാത്രമല്ല, മറിച്ച് ഞാൻ വളർന്ന എൻ്റെ തറവാട്ടിൽ എൻ്റെ സഹോദരങ്ങൾ, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ 9 മക്കളുണ്ട്. ഞാൻ മൂത്ത വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഇളയത്വങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിലവാരത്തിലെത്തിച്ചു. അച്ഛാ, ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, നന്നായിട്ട് അധ്വാനിച്ചച്ഛാ. പക്ഷേ ഒരു പ്രശ്നം, ഇവർക്കാർക്കും എന്നോട് ഒരു സ്നേഹമില്ല, ബഹുമാനമില്ല, ആദരവില്ല. അച്ഛാ, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നീട് പറഞ്ഞത് മുഴുവൻ അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കുറ്റവും കുറവുകളും കഴിഞ്ഞ നാളുകളിൽ ഈ വ്യക്തി അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുപ്പുമാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയും പിടിച്ചുകൊണ്ടാണ് എവിടെയെല്ലാം പോയാലും ഈ വ്യക്തി നടക്കുന്നത്. ഇദ്ദേഹം ആ ഡയറി തുറന്നു കാണിച്ചു. തുറന്നപ്പോൾ വർഷങ്ങളോളം ഈ കുടുംബത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ ഡയറിയിൽ അദ്ദേഹം ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എഴുതി സൂക്ഷിക്കുന്ന അപ്പൻ, ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുത്തു, ഇന്ന തീയതി അത് എഴുതി വച്ചിരിക്കുന്നു. ഞാൻ പേജ് മറിച്ച് പുറകോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. അദ്ദേഹം 9 മക്കളിൽ മൂത്ത വ്യക്തിയാണ്. പിന്നീട് വന്ന 8 പേരുടെയും ജീവിതത്തിൽ ഇദ്ദേഹമാണ് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തത്. അവരെ കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത്, ജോലി വാങ്ങിക്കൊടുത്തത്, കല്യാണം കഴിപ്പിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. ഇതെല്ലാം ആ ഡയറിയിൽ അദ്ദേഹം അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്.
പക്ഷേ എന്തുകൊണ്ട് ഇവരാരും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ സമയം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇപ്രകാരമുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ സ്വഭാവത്തെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കുടുംബനാഥനെക്കുറിച്ച് ഞാൻ അല്പം കൂടെ പറഞ്ഞു വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം കുടുംബത്തിനു വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കും. ഇപ്പോഴും അധ്വാനിക്കും, ഇന്നലകളിലും അധ്വാനിച്ചു. ഇദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് തക്ക ഫലം ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള കുടുംബത്തിൽ അംഗീകാരം, സ്നേഹം കിട്ടുന്നില്ല. വളർന്നു വന്ന കുടുംബത്തിൽ മറ്റുള്ളവരെ വളർത്തി വലുതാക്കി അവിടെയും സ്നേഹവും അംഗീകാരവും കിട്ടുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒത്തിരി അധ്വാനിക്കുന്ന ഈ വ്യക്തി ചെയ്യുന്നതെല്ലാം പരാതിയും കണക്കെടുപ്പും നടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയല്ല, മറിച്ച് ഇവിടെ നൽകുന്ന കരുതൽ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കണക്കെടുപ്പിൻ്റെ കരുതലാണ്. അപ്രകാരം കണക്കെടുപ്പിൻ്റെ, പരാതിപ്പെട്ടുകൊണ്ടുള്ള, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കരുതൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു അനുഗ്രഹവും നമുക്ക് നേടിത്തരുന്നില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഒരാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ പരാതിയും കുറ്റം പറച്ചിലും, നിന്നെക്കൊണ്ട് കഴിവൊന്നുമില്ല, പക്ഷെ എങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരുന്നു, അല്ലേ? നിനക്കൊന്നുമില്ല, പക്ഷെ ഞാൻ നിനക്ക് ചെയ്തു തരുന്നു. പ്രിയപ്പെട്ടവരെ, അതിലൊരു സ്നേഹക്കുറവില്ലേ എന്ന് നമ്മൾ ധ്യാനിക്കണം. ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, നിന്റെ പ്രവർത്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. നിനക്ക് മറ്റുള്ളവരോടുള്ള കരുതൽ എന്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ? സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മളോട് പ്രഭാഷകന്റെ പുസ്തകം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത് 32-ാം അധ്യായം 23-ാം തിരുവചനം, ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. പരിശുദ്ധ അമ്മ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ചെയ്ത കാര്യം എന്താണ്? അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അവിടെ പരസ്പരം പരാതിപ്പെട്ടുകൊണ്ടല്ല. ഇതെന്താണ് ഇങ്ങനെ? കല്യാണമാണെന്ന് അറിഞ്ഞുകൂടെ? എത്ര പേര് വരുമെന്നറിഞ്ഞുകൂടെ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ? ആരാണിതൊക്കെ ഓർഡർ ചെയ്തത്? ആരാണ് ക്രമീകരിച്ചത്? ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളൊന്നുമില്ല, കണക്കെടുപ്പുകളൊന്നുമില്ല. മറിച്ച് ചെയ്യുന്ന പ്രവൃത്തി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിലും ഇപ്രകാരം ഈ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രവർത്തികളെ അല്പം കൂടെ ഒന്ന് വിശുദ്ധീകരിക്കാം. എപ്രകാരം വിശുദ്ധീകരിക്കാൻ സാധിക്കും? പരാതിപ്പെടാതെ പരിഹാരം കാണാനുള്ള വലിയ ഒരു കഴിവ്. പരാതിപ്പെടാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കണക്കെടുപ്പ് നടത്താൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നോളം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. പ്രിയപ്പെട്ടവരെ, കണക്കെടുപ്പ്, പരാതിപ്പെടൽ ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. മറിച്ച് ഇനി മുമ്പോട്ടെങ്ങനെ ജീവിക്കണം എന്നുള്ള മർമ്മപ്രധാനമായ ചോദ്യം ചോദിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. അപ്പോൾ കരുതൽ എന്നുള്ള വാക്കിന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് കരുതലിൻ്റെ ജീവിത ശൈലി. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടാവും. ഞാൻ ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും അവരൊന്നും പരിഗണിക്കുന്നില്ലല്ലോ, അവരൊന്ന് സ്നേഹിക്കുന്നില്ലല്ലോ, അവർ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ലല്ലോ എന്നങ്ങനെയുള്ള ഒത്തിരിയേറെ പരാതികൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതാ പരിശുദ്ധ അമ്മ ഇപ്രകാരമുള്ള ഈ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അത് മറ്റൊന്നുമല്ല, കരുതലിൻ്റെ തലത്തിലേക്ക് നമ്മുടെ അധ്വാനങ്ങളെ ഉയർത്തുക. ഏതായാലും നമ്മൾ അധ്വാനിക്കുന്നവരാണ്. ആ അധ്വാനങ്ങളെ ഒരു കരുതലിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? അവിടെ ഒരു ദൈവദർശനം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ മലകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ മലകളും നമ്മളോട് പറയുന്നത് ദൈവദർശനത്തിൻ്റെ ഒത്തിരിയേറെ മേഖലകളാണ്. ഉദാഹരണത്തിന് ഹോറേബ് മല. ആ മലമുകളിൽ വെച്ചാണ് മോശ ജീവിതത്തിൽ ദൈവദർശനം സാധ്യമാകുന്നത്.
വീണ്ടും യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നതാണ് സീനായ് മല. സീനായ് മല. ദൈവം അതാ പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവജനത്തെ അതാ വളർത്തുകയാണ്. ദൈവദർശനത്തിൻ്റെ മലമുകളാണ്. നമുക്കറിയാമല്ലോ, മോറിയ മല എന്ന് പറയുന്നത് ഇസഹാക്കിനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്ന സമർപ്പണത്തിൻ്റെ വലിയൊരു മലമുകളാണ്. ഇതാ ഗാഗുൽത്ത മല എന്ന് പറയുന്നത് പിശാചിൻ്റെ മേൽ ദൈവത്തിൻ്റെ അതിശക്തമായ ആധിപത്യം ഉറപ്പിച്ച ഒരു മലമുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ മലമുകളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ദൈവദർശനത്തിൻ്റെ സാമീപ്യത്തിൻ്റെ മേഖലകളാണ്. നമ്മുടെ പ്രവൃത്തികളെ ഇപ്രകാരം ഒരു മലമുകളിലേക്ക് ഉയർത്താനാണ് പരിശുദ്ധ അമ്മ ക്ഷണിക്കുന്നത്. നമുക്കാർക്കും ഒരു മലമുകൾ, ജിയോഗ്രഫിക്കൽ ഒരു മലമുകളിൽ പോയിരുന്ന് ഈ ദൈവദർശനം ഇപ്പോൾ സാധ്യമാണോ? പ്രിയപ്പെട്ടവരെ, സാധ്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മലമുകളിലേക്ക്, എപ്രകാരമുള്ള കരുതലിൻ്റെ മലമുകളിലേക്ക് നമ്മുടെ അധ്വാനങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും. പരാതി കൂടാതെ, മറിച്ച് ജീവിതത്തെ അധ്വാനങ്ങൾക്കൊക്കെ ഒരു സമർപ്പണത്തിൻ്റെ മേഖല തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു ദൈവദർശനം സാധ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബത്തിലെ കുടുംബനാഥ നമുക്കറിയാം. ഒരു ദിവസം പോലും അവധി കിട്ടാത്ത ഒരു പണിയാണ് കുടുംബനാഥയുടെ അടുക്കള ജീവിതം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന കുടുംബനാഥ രാവിലെ കുടുംബ അംഗങ്ങൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അധ്വാനം ആരംഭിക്കുകയാണ്. രാത്രിയിൽ ഏറെ വൈകുവോളം അധ്വാനിക്കുന്ന കുടുംബനാഥ, അതാ മക്കളും കുടുംബത്തിലെല്ലാവരും കിടന്നുറങ്ങിയിട്ടും ഈ വീട്ടമ്മ ഏറ്റവും അവസാനമാണ് കിടക്കാൻ പോകുന്നത്. അങ്ങനെ അധ്വാനിക്കുന്ന, ഏറെ അധ്വാനങ്ങളുടെ ഭാരമുള്ള ഒരു കുടുംബനാഥ. ആ കുടുംബനാഥ ഇതാ രാത്രി ഏറെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, രാത്രി 12 മണിയായി കിടക്കാൻ പോവുകയാണ്. എന്നാൽ മനസ്സിൽ ചെയ്ത അധ്വാനങ്ങൾ മുഴുവൻ ഒരു സംതൃപ്തിയോടുകൂടി ഒരു സമർപ്പണ വഴിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ അധ്വാനം അതാ കരുതലിൻ്റെ മലമുകളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു അധ്വാനമാണ്. ഇതല്ല എങ്കിൽ ഈ അധ്വാനത്തെ മുഴുവൻ പഴിച്ച് അസ്വസ്ഥപ്പെട്ട് നാശം പിടിച്ച ജീവിതം, ഈ ജീവിതത്തിൽ ഞാൻ അസ്വസ്ഥയാണ്, ഞാൻ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതാണ് എൻ്റെ പരാതി, എൻ്റെ ജീവിതത്തിൽ മക്കളുണ്ടായതാണ് എൻ്റെ ദുർഘടമായ അവസ്ഥ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത് തെറ്റായിപ്പോയി, ഞാനിങ്ങനെ നശിച്ചു പോയല്ലോ എന്നിങ്ങനെ നെഗറ്റീവായ രീതിയിൽ നമ്മുടെ അധ്വാനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? നമ്മൾ അധ്വാനിച്ചതെല്ലാം വെറുതെ പോകും. എന്നാൽ ഈ അധ്വാനങ്ങളെ മുഴുവൻ ഒരു കരുതലിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ പറയുന്നു, അവിടെ ഒരു ദൈവദർശനം സംഭവിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നത് ഇപ്രകാരമുള്ള നമ്മുടെ അധ്വാനങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന, പരാതിപ്പെടാതെ ജീവിതത്തിൽ ദൈവികമായ കൃപയിലേക്ക് ഉയർത്തുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടല്ലേ കാൽവരിയിൽ യേശു കുരിശിൽ മരിച്ചു. അന്ന് മുതൽ പരിശുദ്ധ അമ്മ അവിടെ മുതൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ്. ഗുരുവിൻ്റെ മരണശേഷം പകച്ചുപോയ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പന്തക്കുസ്ത എന്ന് പറയുന്ന വലിയ ഒരു അഭിഷേകത്തിലേക്ക് ഉയർത്തിയത് ആരാണ്? നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒറ്റ വചനം എന്താണ്? പരിശുദ്ധ അമ്മ അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. 120ഓളം പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യ ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. ഗുരുവിൻ്റെ മരണശേഷം പകച്ചുപോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം പരാതിയല്ല, അവിടെ പഴി പറയുകയല്ല, മറിച്ച് ഇതാ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് പരിശുദ്ധ അമ്മ അവിടെ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്കാണ് ഈ നാളുകളിൽ നമ്മളെ ദൈവം ക്ഷണിക്കുന്നത്. ഭയമല്ല, മറിച്ച് കരുതലാണ് പ്രധാനപ്പെട്ടത്. ഭയപ്പെടാൻ ഏറെ കാരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭയത്തിൻ്റെ കാരണങ്ങൾക്കപ്പുറത്ത് പരസ്പരം കരുതലിൻ്റെ സ്വഭാവം പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒരു പുത്തൻ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രഭാഷകന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ പറഞ്ഞത് മറക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 23-ാം വചനം പഠിപ്പിക്കുന്നു, ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. നിയമം എന്നുള്ളത് സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കരുതൽ നമ്മളിൽ നിന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. കണക്ക് പറയാതെ,
പരാതി പറയാതെ, കുറ്റം പറയാതെ നമ്മുടെ പ്രവൃത്തികളെ ഒരു സമർപ്പണത്തിൻ്റെ മലമുകളിലേക്ക് കരുതൽ നയിക്കും. അപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ ദൈവം നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നിങ്ങളോടുകൂടി ഉണ്ടാവട്ടെ. ആമേൻ.